2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ UDFിൽ നിന്ന് ആരാകും മുഖ്യമന്ത്രി എന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയും VD സതീശനും ഒരേപോലെ ഈ പദവി ആഗ്രഹിക്കുന്നവരാണ്. ഇരുവർക്കുമിടയിലുള്ള തർക്കം മുറുകുമ്പോൾ ഹൈക്കമാൻഡിന്റെ നോമിനിയായി KC വേണുഗോപാൽ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പദത്തിലെത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് മറ്റൊരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ഈ തർക്കങ്ങൾ കോൺഗ്രസിലെ ഗ്രൂപ്പുകളെ വീണ്ടും സജീവമാക്കുകയാണ്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ 14 ജില്ലകളിലും പാർട്ടിക്കുള്ളിൽ സാമാന്യം ഭേദപ്പെട്ട ഒരു സംവിധാനം അദ്ദേഹത്തിനുണ്ട്. കാലങ്ങളായി I ഗ്രൂപ്പിനെ നയിക്കുന്ന ആനുകൂല്യമാണ് രമേശിന് ഇത്തരം ഒരു മേൽക്കൈ നേടുവാൻ അദ്ദേഹത്തെ സഹായിച്ചത്. മറുവശത്ത് VD സതീശൻ നീക്കങ്ങൾ നടത്തുന്നത് പ്രധാനമായും ചില യുവ നേതാക്കളെ കൂട്ടുപിടിച്ചാണ്. ഈ സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിൽ തൻ്റെ പാളയത്തിലേക്ക് ഒരു യുവ MLA എത്തിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല നിർണായകമായ ഒരു മുന്നേറ്റം ഗ്രൂപ്പ് പോരാട്ടത്തിൽ നടത്തിയിരിക്കുന്നു. സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനാണ് ഇപ്പോൾ I ഗ്രൂപ്പുമായി സഹകരിച്ച്, കൃത്യമായി പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയുമായി സഹകരിച്ച് പാർട്ടിക്കുള്ളിൽ മുന്നോട്ട് പോകുന്നത്. ഇതിന് പ്രധാനമായും 2 കാരണങ്ങളാണ് ഉള്ളത്. ഇതിലൊന്നാമത്തേത് VD സതീശനും രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും തമ്മിൽ നിലനിൽക്കുന്ന ഒരു അച്ചുതണ്ടാണ്. VD സതീശനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും തന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്ന് ബോധ്യമുള്ളയാളാണ് ചാണ്ടി ഉമ്മൻ. ഇത് പരസ്യമായി അദ്ദേഹം പുറത്തു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ വലിയ പടയൊരുക്കവും നടന്നിരുന്നു. കനത്ത സൈബർ ആക്രമണമാണ് ഈ ദിവസങ്ങളിൽ ചാണ്ടി ഉമ്മൻ നേരിടേണ്ടി വന്നത്. ഉമ്മൻചാണ്ടിയെ അടക്കം അസഭ്യം പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരെത്തിയത് നേതൃത്വത്തെ പോലും ഞെട്ടിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ചാണ്ടി ഉമ്മന് സംരക്ഷണം ഒരുക്കിയത് രമേശ് ചെന്നിത്തലയാണ്. രണ്ടാമത്തെ ഒരു വിഷയമെന്ന് പറയുന്നത്, നിലവിൽ ചാണ്ടി ഉമ്മൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊപ്പമാണ് നിലപാടെടുത്തു നിന്നിരുന്നത്. എന്നാൽ തിരുവഞ്ചൂരിന് പിന്നിൽ രണ്ടാമനായി മാത്രമേ അങ്ങനെ വരുമ്പോൾ കോട്ടയം ജില്ലയിൽ അദ്ദേഹത്തിന് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. മറുവശത്ത് രമേശ് ചെന്നിത്തലയോടൊപ്പം ചേർന്നു നിന്നാൽ കോട്ടയം ജില്ലയിലെ I ഗ്രൂപ്പിന്റെ ഒന്നാമനാകുവാൻ ചാണ്ടി ഉമ്മന് സാധ്യതകൾ തെളിയും. ഇത്തരത്തിൽ ഒരിക്കലും ചേരില്ല എന്ന് കരുതിയിരുന്ന I ഗ്രൂപ്പുമായി ചാണ്ടി ഉമ്മൻ കൈകൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങളും പ്രതിഫലനങ്ങളും കോട്ടയം രാഷ്ട്രീയത്തിൽ മാത്രമല്ല സംസ്ഥാന രാഷ്ട്രീയത്തിലും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കോട്ടയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോട്ടയത്ത് KC ജോസഫ് നേതൃത്വം നൽകിയിരുന്ന A വിഭാഗം നേരത്തെ തന്നെ രമേശ് ചെന്നിത്തലയുമായി സഹകരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ചാണ്ടി ഉമ്മനും കൂടെ I ഗ്രൂപ്പിന്റെ പാളയത്തിലേക്ക് എത്തുമ്പോൾ I ഗ്രൂപ്പും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിഭാഗവും എന്ന നിലയിൽ കോട്ടയത്തെ ഗ്രൂപ്പ് രാഷ്ട്രീയം 2ആയി വിഭജിക്കപ്പെടും. എന്തുവന്നാലും കോട്ടയം ഉമ്മൻചാണ്ടിയുടെ തട്ടകമായിരുന്നു. A ഗ്രൂപ്പിന് മൃഗീയ ആധിപത്യമുള്ള ഒരു ജില്ലയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം ഒരുപാട് A ഗ്രൂപ്പ് നേതാക്കൾ KC ജോസഫിനൊപ്പം അണിനിരന്നുവെങ്കിലും ജില്ലയിലെ A ഗ്രൂപ്പ് അണികളിൽ ഭൂരിഭാഗവും തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊപ്പമാണ് നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നത്. യൂത്ത് കോൺഗ്രസിലും അതുതന്നെയാണ് സംഭവിച്ചത്. യൂത്ത് കോൺഗ്രസിൽ തിരുവഞ്ചൂർ വിഭാഗവും A വിഭാഗവും തമ്മിലായിരുന്നു പോരാട്ടം. അതിൽ കൃത്യമായ ഭൂരിപക്ഷം നേടി തിരുവഞ്ചൂർ വിഭാഗം വിജയിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ KC വേണുഗോപാലുമായി സഹകരിച്ചാണ് സംസ്ഥാനത്തെ കോൺഗ്രസിൽ മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ പക്ഷവും രമേശ് ചെന്നിത്തല പക്ഷവും തമ്മിൽ നേരിട്ടൊരു ഏറ്റുമുട്ടലിനാവും ഒരുപക്ഷെ കോട്ടയം രാഷ്ട്രീയം ഇനി സാക്ഷ്യം വഹിക്കുക. ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.